പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല മഴയല്ലേ, എല്ലായിടത്തും നല്ല മഴയാണ്. ഇന്ന് ഈ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ രാവിലെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയൊക്കെ ഇപ്പോഴും അതേപോലെ നിൽക്കുകയാണ്. രാവിലെയൊക്കെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരാൻ തന്നെ നന്നേ പാടുപെട്ടു, ബുദ്ധിമുട്ടിയൊക്കെയാണ്. അത്രയും മഴ, ഭയങ്കര മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത കൊടും മഴ നിൽക്കുകയായിരുന്നു കൊച്ചിയിൽ. ഇപ്പോൾ കുറച്ചൊരു ശമനം വന്ന് കാണും, അറിയുന്നില്ല, അകത്തായതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല പുറത്തെന്താ നടക്കുന്നതെന്ന്. നമുക്ക് ഇപ്പോഴത്തെ മഴ സാഹചര്യം നോക്കാം. കാരണം പലയിടത്തും അലേർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണല്ലോ. പിന്നെ ഞായറാഴ്ച ആകുമ്പോഴത്തേനും എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ആ ദിവസം മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോരുത്തരും മഴ സാഹചര്യം എന്നുകൂടി പരിശോധിക്കാമല്ലോ. അപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും വയനാടും കാസർഗോഡും ഒക്കെ ഇന്ന് റെഡ് അലേർട്ടാണ്. അതായത് അതിതീവ്ര മഴയായിരിക്കും ഇന്ന് എന്നാണ് പറയുന്നത്. കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ഇവ ഒഴിച്ചുള്ള ബാക്കി 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. പ്രത്യേകിച്ച് ചെല്ലാനം, കണ്ണമാലി, വൈപ്പിൻ, നായരമ്പലം, ഞാറയ്ക്കൽ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ നല്ല കടലാക്രമണമുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെ തുടരുന്നതിനാൽ വേലിയേറ്റവും കൂടുമെന്നാണ് അറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കടലാക്രമണത്തിൽ നിരവധി വീടുകളിലൊക്കെ വെള്ളം കയറിയ സംഭവങ്ങളുണ്ട്. നമുക്ക് ഈ ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ പരിശോധിക്കാൻ, പ്രധാനമായും തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും മഴ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊപ്പം അർജുനും അതുപോലെ തന്നെ സൈഫുനീസ അലിയാറുമുണ്ട്. ഞാൻ ആദ്യം അർജുനിലേക്ക് പോകണം. അർജുനെ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയ്ക്ക് നേരിയൊരു ശമനം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർജുൻ്റെ കയ്യിൽ കുട ഇല്ലാത്തതുകൂടി ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് ഇവിടെയൊക്കെ നല്ല മഴയാണ്, തിരുവനന്തപുരത്തെ മഴ സാഹചര്യം എങ്ങനെ? അലേർട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്? പ്രത്യേകിച്ച് ഈ നെടുമങ്ങാട് അടക്കമുള്ള ഭാഗങ്ങളിൽ, നെടുമങ്ങാട്, പൊന്മുടി ആ ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ മഴക്കെടുതികളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. എന്താണിപ്പോൾ നിലവിലെ തിരുവനന്തപുരത്തെ ഒരു കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് എറണാകുളത്ത് കിട്ടുന്നത് പോലെ ശക്തമായിട്ടുള്ള മഴ ഇല്ല. തിരുവനന്തപുരത്ത് ഇന്നലെയൊക്കെ ഇടവിട്ട് മഴയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ മഴയില്ല. രാത്രി പെയ്തത് ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മഴയിലേക്ക് പോയിട്ടില്ല. നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരത്തുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് ഇന്ന് മഴ കൂടുതൽ ശക്തമായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായിട്ടുള്ളൊരു മഴ ഇല്ല എന്ന് തന്നെ പറയണം. അതേസമയത്ത് കടലാക്രമണം രൂക്ഷമാണ്. പലയിടത്തും കടൽ കയറുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ശംഖുമുഖത്താണ് നമ്മളുള്ളത്. നേരത്തെ തന്നെ സംസ്ഥാനത്തെ തീരമേഖലകളിൽ വിവിധ തരത്തിലുള്ള അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരത്തും ഓറഞ്ച് അലേർട്ടുണ്ട്. കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള ഭാഗങ്ങളിലാണ് കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതായത് 4.1 മീറ്റർ, 4.1 മീറ്റർ വലിയ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ള ആളുകൾ അതീവ ജാഗ്രത കാണിക്കണം. 16-ാം തീയതി വരെ, മറ്റന്നാൾ, നാളെ വരെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശംഖുമുഖത്തെ ബീച്ചാണ് ഈ കാണുന്നത്. വലിയ കാർമേഘങ്ങൾ അതിനൊപ്പം തന്നെ കാണാം. വലിയ മഴയ്ക്കുള്ള സാധ്യത കൂടിയാണ് അത് കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിലൊക്കെ, അതായത് വടക്കൻ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ഈ 5 റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി 9 ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഓറഞ്ച് അലർട്ടിനേക്കാൾ അപ്പുറത്തേക്ക് ചിലയിടങ്ങളിലൊക്കെ മഴ ഉണ്ടായി ഇന്നലെ രാത്രി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്താണ്. ഒപ്പം ആലപ്പുഴയിൽ ശക്തമായ മഴ പെയ്തു. കോട്ടയത്ത് രാത്രി നല്ല മഴയുണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ മധ്യ കേരളത്തിൽ ഇന്ന് കൂടുതൽ ജാഗ്രത വേണം. വടക്കൻ കേരളത്തിലും അതേ സമാനമായിട്ടുള്ള ജാഗ്രത, റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലൊരു ജാഗ്രത വേണം. അതേ സമയത്ത് അതിനപേക്ഷിച്ച് തെക്കൻ ജില്ലകളിലേക്ക് ഇന്ന് മഴയുടെ ശക്തി കുറയാനുള്ളൊരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. തിരുവനന്തപുരത്തും അതിന് സമാനമാണ് സാഹചര്യം. വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുന്ന, സേതു പറഞ്ഞതുപോലെ തന്നെ ചെറിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുന്ന മലയോര വനമേഖല, വനത്തോടൊക്കെ ചേർന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയൊന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. നിലവിലൊരു ജാഗ്രത കാണിക്കേണ്ടത് തീരദേശത്തുള്ള ആളുകളാണ്. ശക്തമായിട്ടുള്ള കടൽ. തിരുവനന്തപുരത്തെ ഒരു നിലവിലെ മഴ സാഹചര്യമൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനിയിപ്പോൾ നേരെ കൊച്ചിയിലേക്ക് വരാം. കാരണം കുറച്ച് സമയമായിട്ട് സൈഫുനീസ അവിടെ മഴയത്ത് കുടചൂടി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൈഫുനീസ, കൊച്ചിയിലെ മഴ സാഹചര്യം രൂക്ഷമാണ്, നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു ചെറിയ ശമനം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എങ്ങനെയാണ് കൊച്ചിയിൽ ഇന്ന്?
ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കൊച്ചിയിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ് ഇന്ന് രാവിലെ വരെ തുടരുന്നത്. ഇന്നലെ രാത്രിയും ഒപ്പം തന്നെ പുലർച്ചെയും എല്ലാം തന്നെ അതിശക്തമായ മഴയായിരുന്നു എറണാകുളം ജില്ലയിലും ഒപ്പം തന്നെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും മഴ തുടരുകയാണ്. കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ്. പക്ഷെ നഗരത്തിലേക്ക് വരുമ്പോൾ മഴയ്ക്ക് ചെറിയ ശമനം വന്നിട്ടുണ്ട് എന്ന് പറയാം. എങ്കിൽ പോലും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തോരാ മഴ എന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഉള്ളത്. കടലാക്രമണം രൂക്ഷമാണ്. ഈ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ കടലാക്രമണം കഴിഞ്ഞ 3 ദിവസമായി അതിരൂക്ഷമായി തുടരുകയാണ്. സമാന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ ഒരു ഉച്ചയോടുകൂടിയാകും വേലിയേറ്റം അതിരൂക്ഷമാവുക. ആ ഭാഗത്ത് കഴിയുന്നവരൊക്കെ പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വൈപ്പിൻ, ഞാറയ്ക്കൽ, നായരമ്പലം, ഈ കണ്ണമാലി, ചെല്ലാനം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ കടലേറ്റം രൂക്ഷമായിരിക്കുകയാണ്. കാരണം പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമായാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. 60-65 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം എല്ലാ പ്രദേശങ്ങളിലും നൽകിയിരിക്കുന്നത്. ഈ തീരപ്രദേശങ്ങളിൽ കടലിനോട് ചേർന്ന് താമസിക്കുന്നവരോടൊക്കെ അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലകളിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അത്തരം ഭാഗങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും ഒപ്പം തന്നെ ആ ഭാഗത്ത് കഴിയുന്ന ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് രാത്രി മഴ ശക്തമായി അതല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പകൽ സമയത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും അതിശക്തമായ മഴയാകും മധ്യ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, നാളെയും ഓറഞ്ച് അലേർട്ടാണ്. തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരി.